السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അംസുസ്താദ് അവറുകൾ, നമ്മുടെ പ്രിയങ്കരന്മാരായ മഹാനായ ഖുത്ബുസ്സമാനിലെ ഖലീഫമാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ്, എസ് എ മൗലവി തുടങ്ങിയുള്ള ഖലീഫമാർ, പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു അനുഗ്രഹീത സദസ്സിലാണ് നമ്മളെ സംഗമിപ്പിച്ചിട്ടുള്ളത്. ഷെയ്ഖുനാനെ പറ്റി ഓർമ്മിക്കുന്ന സമയത്ത് ഒരു ഷെയ്ഖിൻ്റെ ആവശ്യം എന്താണ് എന്നതിനെപ്പറ്റി ആണ് കാര്യമായിട്ട് നമുക്ക് ആലോചിക്കാനുള്ളത്. പല ആളുകളും ഷെയ്ഖിൻ്റെ ഒപ്പം കൂടി എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ചോദിക്കും, അനക്ക് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ, നിനക്ക് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അനക്ക് വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ഷെയ്ഖുനാനെ കൊണ്ട് നമുക്കുണ്ടായ അനുഭവം? എന്താണ് ഷെയ്ഖുനാൻ്റെ നവോത്ഥാന നായകനാണെന്ന് പറയുമ്പോൾ ഷെയ്ഖുന നമ്മിലുണ്ടാക്കിയ നവോത്ഥാനം എന്താണ് എന്ന് ആദ്യം ചിന്തിക്കുക. എന്നിട്ട് മതി പുറത്തുള്ള ആൾക്കാരെ നവോത്ഥാനത്തെപ്പറ്റി നമ്മൾ ആലോചിക്കൽ. കേരളീയ മുസ്ലിമീങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മിലുണ്ടാക്കിയ നവോത്ഥാനം എന്താണ് എന്നതിനെപ്പറ്റിയാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കൂടി ഞാൻ ഒന്നിച്ച് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് എൻ്റെ കാര്യം പറയാമെന്നുള്ളതാണ് ഏറ്റവും ആധികാരികമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കിതാബ് കുറേ ഓതി, 10-12 കൊല്ലം കിതാബ് ഓതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയും കൊല്ലം ദർസ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മളെ മനസ്സിൽ ഒരു എന്തോ ഒരു ശൂന്യത, അല്ലെങ്കിൽ എന്തോ ഒന്നിനു വേണ്ടി, ഇല്ലായ്മയ്ക്ക് വേണ്ടി, ഒരു സമസ്യ പൂരിപ്പിക്കാൻ വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് യഥാർത്ഥത്തിൽ അനുഭവപ്പെട്ടിരുന്നു. അത് പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെ പോയി, കാര്യഗൗരവത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ എന്തോ ഒരു മിസ്സിങ്, നമ്മൾ പറയില്ല ഒരു മിസ്സിങ് ഉള്ള മാതിരി തോന്നുക. അപ്പോൾ അതിനെന്താണ് പരിഹാരം എന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ അള്ളാഹുവിലേക്ക് അടുക്കണം എന്നുള്ള, അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഈ ഭൂമിയിലൂടെയുള്ള യാത്ര, അങ്ങനത്തെ ഈ ദൂരങ്ങളിലുള്ള അടുപ്പമല്ല. അത് സൈറുൽ ഖുലൂബ്, ഹൃദയങ്ങളിലുള്ള യാത്ര, ഹൃദയത്തിൻ്റെ അടുപ്പാണ്. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നാം മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുക, അത് വേണമെന്ന് വിചാരിച്ച് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് അതിൽ ബന്ധപ്പെടുക. ഇങ്ങനെ നിസ്കരിക്കുകയാണെങ്കിലും, ദിക്ർ ചൊല്ലുകയാണെങ്കിലും, നോമ്പനുഷ്ഠിക്കുകയാണെങ്കിലും, മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും, ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും, അതിലൊക്കെ ഒരു അള്ളാഹുവിൻ്റെ ഒരു ടച്ച്, അള്ളാഹുമായിട്ടുള്ളൊരു ടച്ച്, അത് നമ്മളുടെ ആ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. കാഴ്ചകളും സ്വപ്നങ്ങളും മറ്റുള്ള സംഗതികളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നാലും ചിലപ്പോൾ ഈ പറഞ്ഞ ഈ ഇബാദത്തുകളുടെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ, ശരീഅത്തിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് അതുമായിട്ട് അടുത്ത് പോകാതെ നാം അകന്നു നിൽക്കുന്ന സമയത്ത് എന്ത് കാഴ്ച കണ്ടിട്ടും കാര്യമില്ല. അശ്ശൈഖു ഹുവല്ലദീ യുകർരിറുദ്ദീന വശ്ശറഅ ഫീ ഖുലൂബിൽ മുരീദീൻ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയ്ഖിൻ്റെ ആവശ്യം എന്താണ്? ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അശ്ശൈഖു
ഹുവല്ലദീ യുകർരിറു ദീന വശറഅ. ഷെയ്ഖ് എന്നാൽ ദീനിനെയും ശരീഅത്തിനെയും ശറഇനെയും മുരീദന്മാരുടെ ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്ന ആളാണ്. ദീനും ശറവും അഥവാ നമസ്കാരാദി കർമ്മങ്ങൾ കർമാനുഷ്ഠാനങ്ങളും ഒക്കെ നാം ചിലപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കൽവിൽ ഉറപ്പിക്കുക എന്നുള്ളൊരു പണിയുണ്ട്. കൽവിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക, മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം, മറ്റൊരു യാതൊരു ലക്ഷ്യവും കൂടാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് അനുഷ്ഠിക്കാനും, അങ്ങനെ ആ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു മാധുര്യം അത് വേറെ തന്നെയാണ്. നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞാൽ ശരിക്കും അൽഹംദുലില്ലാ എന്നൊന്ന് പറയാൻ നമുക്ക് കഴിയണം. 2 റക്അത്ത് നേരം പോലെ നിസ്കരിച്ചാൽ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ആരിഫിൻ്റെ 2 റക്അത്ത് അത് ആലിമിൻ്റെ നിസ്കാരത്തെക്കാളും അഫ്ദലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഒരു മാധുര്യം അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ള മിസ്സിങ് സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഇതിനെന്താ പരിഹാരം എന്ന് നോക്കുമ്പോഴാണ് ശേഖന്മാരാവശ്യം വരുന്നത്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ പറയുന്നത്, ഈ ഒരു ചിന്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അവനപ്പോൾ മനസ്സിലാക്കണം അതൊരു വിരുന്നുകാരനാണ്. ഈ ചിന്ത യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് വരുന്ന ആരാണ്? ഒരു വിരുന്നുകാരനാണ്. വിരുന്നുകാർ വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? വിരുന്നുകാർ വരുമ്പോൾ വിരുന്നുകാരനെ നാം ശരിക്കും പോയി സ്വീകരിക്കണം, ആനയിക്കണം, എന്നിട്ട് ഇരുന്ന് നന്നായി നല്ല സദ്യ കൊടുക്കണം, നല്ല നിലക്ക് പിന്നെ ബഹുമാനിച്ച് വിടണം. ഈ ആദി കാര്യങ്ങളൊക്കെ ഈ വിരുന്നുകാരോട് ചെയ്യണം. ആ ഒരു വിരുന്നുകാരനാകുമ്പോൾ അതാ ചെയ്യണം. വിരുന്നുകാരന് വേണ്ട അവകാശം അതാണ്. അപ്പോൾ ഈ ആദ്യ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ, ആ ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യണം? ആ ചിന്ത ഒരു വിരുന്നുകാരനാണ്. ആ ചിന്തയെ ശരിക്കും എന്ത് ചെയ്യണം? വേണ്ടതുപോലെ പോഷിപ്പിച്ചുകൊണ്ട്, വേണ്ടതുപോലെ ബഹുമാനിച്ചുകൊണ്ട്, വേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മൂമിൻ്റെ ബാധ്യത എന്ന് മഹാന്മാരായ സൂഫിയാക്കളും ആരിഫികളൊക്കെ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ മഹാനായ ശൈഖുനാനെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല ഔലിയാക്കളെയും അതുപോലെ തന്നെ പിന്നെ ശൈഖന്മാരെയും മസ്താന്മാരെയൊക്കെ കാണാൻ ആ കാലത്ത് തന്നെ പോയിരുന്നു. ശൈഖുനാനെ കാണുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഹിബത്തുള്ള തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു അദ്ദേഹത്തെ ഞാൻ കാണാൻ വേണ്ടി പോയിരുന്നു പതിവായിട്ട്, ഈ ഒരാവശ്യത്തിന് വേണ്ടി. അല്ല വേറെ കടം വീടാനോ അല്ലെങ്കിൽ വില കയറ്റാനോ പിന്നെ മറ്റുള്ള ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല അങ്ങനെ പോയിരുന്നു. അതേപോലുള്ള ഔലിയാക്കൾ അന്നത്തെ കാലത്ത് നമ്മളെ അന്തറുപ്പാപ്പ, അതുപോലെ തന്നെ നമ്മൾ നരിപ്പറമ്പ് മയമൂലിയർ, പോലെയുള്ള ആളുകളടുത്തൊക്കെ പോയിട്ടുണ്ട്. മക്കത്തി വന്നപ്പോൾ അവിടുന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ, അദ്ദേഹം വഫാത്തായി നവ്വറല്ലാഹു മർക്കദഹു, അദ്ദേഹത്തിനെ കാണാൻ പോയി. നിങ്ങൾ ഒരുപാട് ആളുകളെ കാണാൻ പോയെങ്കിലും ഇത് മഹാനായ ശൈഖുനാൻ്റെ അടുത്തേക്ക് അവസാനം എൻ്റെ യാത്ര ചെന്നെത്തി. ഇത് നിൻ്റെ ഷേഖാണ് എന്ന് ശരിക്കും എനിക്ക് നല്ല ബോധ്യം വന്നു. നീ ഉദ്ദേശിച്ച കാര്യത്തിന് ഏറ്റവും നല്ല പരിഹാരം യോഗ്യനായ ആൾ ഞാൻ തന്നെയാണെന്ന് ശൈഖുന നമ്മളോടനെ ഒന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ മഹാനായ ശൈഖുനാനെ കിട്ടി. പിന്നീട് നമുക്ക് ശൈഖിനെ കിട്ടിയാൽ പിന്നെ കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ദിക്റാണ് കിട്ടേണ്ടത്. ആ ദിക്റിൽ ഏറ്റവും മഹത്തായ ദിക്ർ അതാണ് കിട്ടിയത്. ഞാനന്ന് ശൈഖുനാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ സാധാരണ ശൈഖുനാക്കൊരു ചോദ്യമുണ്ട്, തൗഹീദ് എല്ലാം അറിയോ? ഞാൻ അറിയാമെന്നാണ്. ഓ ഒന്നാമത് ചൊല്ലിക്കാണിന്നാണ്. ഞാൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ അങ്ങനെ തന്നെ ചെല്ലേണ്ടതാണ്. അപ്പോൾ അങ്ങനെ തന്നെ അതൊക്കെ എനിക്ക് മുമ്പ് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനതിൻ്റെ അഹിലൊന്നും ആയിട്ടില്ല. കാരണം കിതാബ് ഓതിയ കുറച്ച് വിവരം ഉണ്ടായതുകൊണ്ട് ഇന്നതാണ് ചെല്ലാന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശൈഖുന സമ്മതിച്ചു. വേറെ അധികം ആൾക്കാരും ചിലവ് ഞാൻ തന്നെ ഒപ്പം കുത്തിരിക്കുമ്പോൾ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഇപ്പോൾ പകുതിയിലായിട്ടുള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ ഇല്ല ഇന്ന് പിന്നെ 11 ആയിട്ടുള്ളൂ എന്ന് പറയും.
അല്ലെങ്കിൽ 22 ആയിട്ടുള്ളൂ എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ അത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ തന്നെ വേണ്ടതാണ്. ഏതായിരുന്നാലും അവിടുന്ന് ബയ്യത്ത് ചെയ്തു. ആ പരിശുദ്ധമായ കരം പിടിച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് അന്ന് അതിന് ശേഷം ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ പഴയ ശേഖന്മാരൊക്കെ നമ്മളോട് വന്നുകൊണ്ട് അതിൻ്റെ സന്തോഷവാർത്തകളൊക്കെ ഓരോരുത്തരും ലാഹിറായിട്ട് ചിലപ്പോൾ ഓരോട് ചെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ പിന്നെ വന്ന് പറഞ്ഞു നമ്മളോട് ഏറ്റവും നല്ല തരീക്കത്തിലാണ് എത്തിപ്പെട്ടത്. ബഹുമാനപ്പെട്ട നരിപ്പറമ്പ് മൗലവി അദ്ദേഹം നല്ല ഒരു കാഴ്ചയുള്ള ആളായിരുന്നു, നല്ല കാഴ്ചപ്പാടുള്ള ആളാണ്. ഞങ്ങളിവിടെ വളാഞ്ചിരുന്ന് ഇടക്കിടക്ക് ഷെയ്ഖുനാനെ കാണുന്നതിന് മുമ്പ് മൂപ്പരെ കാണാൻ ഇടക്കിടക്കൊന്ന് പോകും. ഒരു സമാധാനത്തിന് എപ്പോഴും പോകാൻ നല്ലത് ഔലിയാക്കളാണ്ട്. അപ്പോൾ മൂപ്പരെടുത്ത് പോകുക എന്നിട്ട് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് പറയും. വളാഞ്ചിത്തെ ഖത്തീബിനോട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച പിന്നെ മൂപ്പര് ഏത് ഖുത്ബയാണ് ഓതേണ്ടത്, കാരണം വാദം യുജിത്തമയോ പിന്നെ നാളെ പിന്നെ അറഫയിൽ ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് അറഫ കഴിഞ്ഞിട്ടുണ്ട്, ഇനി എന്താ വേണ്ട കുത്തുബ. മൂപ്പര് പറഞ്ഞു ആ കുത്തുബ നാളെ ഓതണ്ട കേട്ടോ, മറ്റേ 3ാമത്തെ ഓതിയാൽ മതി എന്ന് പറഞ്ഞു. മറ്റൊരാൾ എൻ്റെ കൂടെ വന്ന് പിന്നെ എനിക്കൊരു കുറി കിട്ടാനുണ്ട്, അതൊന്ന് ഉസ്താദ് പറയുക വെച്ച്. ഞാൻ ഇരുന്ന് പോകണമെന്നല്ല, എന്നാലും പോരാ പറഞ്ഞാൽ പോയി. അങ്ങനെ പോയി അവിടെ ചെന്ന് കുറി കിട്ടണം പാപ്പാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒപ്പര് പറഞ്ഞു അത് ഗോപാലൻ കൊണ്ടുപോയി. ഞാൻ ഗോപാലൻ കൊണ്ടുപോയി വന്ന് നോക്കുമ്പോൾ കാവുമ്പോഴത്തെ കുറി നടക്കുന്നത് അതേമാതിരി ഗോപാലനെ കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള പിന്നെ ആളാണ്. മൂപ്പരോട് ഞാൻ ഷെയ്ഖിൻ്റെ അടുത്ത് പോണതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു ഉദ്ദേശമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പോൾ ഹജ്ജിന് പോകാനാണോ, ഹജ്ജിനൊന്ന് പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പോയതൊന്നും മൂപ്പരോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അത്രയും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളാണ് അദ്ദേഹം. രാത്രി വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, രാത്രി വന്നു പറഞ്ഞാൽ ആ റൂഹിയായിട്ടുള്ള വരവാ, എന്നോട് പറഞ്ഞു സാധാരണ മൂപ്പര സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഈ ചെന്ന ആൾക്കാരെ കഴിയുമ്പോൾ മോതിരമുണ്ടെങ്കിൽ അതവിടെ വലിച്ച് വെക്കാം. മൂപ്പരവിടെ വനീമത്തായിട്ട് അവിടെ വെക്കും, കൊടുക്കൂല. പിന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നൊക്കെ വരുന്ന ആരും മോതിരം കൊണ്ട് വന്നാലും. പക്ഷെ എൻ്റെ അടുത്തൊന്നും ഞാനൊന്നും മോതിരമൊന്നും ഇടില്ല, ഞാൻ വളരെ ഫ്രീക്കായിട്ട് നടക്കണ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മോതിരമൊന്നും ഇടുന്ന പരിപാടിയില്ല. അപ്പോൾ ആര് ചെന്നാലും മോതിരം വലിച്ചു അവിടെ ഊരി വെക്കും. അപ്പോൾ ഞാൻ അദ്ദേഹം എന്നെ കാണാൻ വരുന്ന സമയത്ത് രാത്രി എൻ്റെ കൈ കൊണ്ട് നല്ലൊരു യാക്കൂത്തിൻ്റെ നല്ലൊരു മോതിരം ഞാൻ അപ്പോൾ ഞാൻ പേടിച്ചിരിക്കുക, ഇതേറ്റപ്പോൾ വലിച്ചു കൊണ്ടുപോവുക. അപ്പോൾ എന്നോട് പറഞ്ഞ വലിച്ചില്ല, എന്നോട് വലിച്ചു ഊരിയില്ല. നല്ല ഒറിജിനൽ കാതിരിയത്താണ് കിട്ടിയിട്ടുള്ളതെന്നാണ്. ഈ മോതിരം കണ്ടിട്ടാണ് പറയും, മോതിരത്ത് ഒറിജിനൽ കാതിരിയത്താണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അത് ഞാൻ പിന്നെ ഷെയ്ഖുനാനോട് പറഞ്ഞു. അപ്പോൾ മഹാനായ ഷെയ്ഖുനാനെ കണ്ടു. അത് ഷെയ്ഖിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം. പിന്നെ ഷെയ്ഖിനെ കിട്ടിയപ്പോൾ അവിടുന്ന് കിട്ടിയത് എന്താണ്, നമ്മളെ നരിപ്പറമ്പ് പറഞ്ഞതുപോലെ ഒറിജിനൽ കാതിരിയത്താണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഈ കാതിരിയത്തിനെ സംബന്ധിച്ച് ലാഹിറായിട്ട് അങ്ങനെ ഒരു ഒറിജിനൽ കാതിരിയെന്നോ ഡ്യൂപ്ലിക്കേറ്റ് കാതിരിയെന്നൊന്നും അന്ന് നമുക്കറിയില്ല. അന്നായാൽ ഈ ചർച്ചകളൊന്നും ഇല്ലാത്ത കാലമാണ്. പക്ഷെ ഷെയ്ഖുനാൻ അവിടെ ചെല്ലുമ്പോൾ ഇത് ഒറിജിനൽ കാതിരിയത്താണെന്ന് ഷെയ്ഖുന പറയണേക്കാം. അത് ഞാനിങ്ങനെ ആദ്യം തന്നെ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ മഹാനായ ഷെയ്ഖുനായുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പ്രത്യേകിച്ചും ആദ്യത്തെ ആ ഒരു 1-2 കൊല്ലത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മധുവിധുവിൻ്റെ കാലഘട്ടമാണ്. മധുവിധുവിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചിലപ്പോൾ പെണ്ണെട്ടി കാലത്ത് ഓർമ്മ ഉണ്ടാവും. എന്നതുപോലെ യാതൊരു പൊല്ലാപ്പില്ലാത്ത യാതൊരു പ്രശ്നങ്ങളില്ലാത്ത നല്ലൊരു കാലഘട്ടമായിരുന്നു. എന്തുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും കൊണ്ടും സംസാരിക്കും. ആൾക്കാരൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ പിന്നെ ഞങ്ങളൊന്നും ചിലപ്പം ഇരിക്കുകയൊന്നുമില്ല, അതിന് മുമ്പ് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്ന് സംസാരിക്കും ചിലപ്പം. അപ്പോൾ ഷെയ്ഖുനാനെ പറ്റി അന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഷെയ്ഖിയത്തിൻ്റെ അഹ്ലിയത്ത് യോഗ്യത കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. എല്ലാ നിലക്കും അളക്കാനൊന്നും നമുക്ക് കഴിയില്ല. കാരണം ഷെയ്ഖുനെ ഒരിക്കൽ നമ്മളോട് പറഞ്ഞു,
ഇന്നെപ്പറ്റി എൻ്റെ കൂടെ കിടക്കുന്ന ആൾക്ക് തന്നെ വേണ്ടമാതിരി അറിയില്ല എന്ന് പറഞ്ഞു. ഒപ്പം കിടക്കുന്ന ആൾക്കാർക്ക് തന്നെ എന്നെ പറ്റി അറിയില്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖുനാനെ നമ്മൾ വർണ്ണിച്ച് ഒരു ഫ്രെയിമിലാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പാഴ്വേല ചെയ്യുന്നത്. എൻ്റെ ആവശ്യമില്ല. നമുക്കറിഞ്ഞ ഷെയ്ഖുന, നമ്മൾ സാധാരണ ഞാൻ അറിഞ്ഞ ഷെയ്ഖുന എന്ന് പറയാമല്ലോ. നേരെ മറിച്ച് ഇതാണ് ഷെയ്ഖുന എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഷെയ്ഖുന ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറത്തായിരിക്കും. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഇപ്പുറത്തല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഷെയ്ഖുനാനെ പറ്റി ശരിക്കും നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അതാണ്. ഒരിക്കൽ ഇവിടെ വളാഞ്ചേരി തന്നെ ഷെയ്ഖുന ഒരു യാത്രേൻ്റെ അടിയിലൂടെ മൂച്ചിക്ക് വന്നപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി അവിടെ പോയി. അപ്പോൾ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴാണ് മറ്റേ കാളികാവിലുള്ള ഒരു ഉസ്താദ് പിന്നെ അങ്ങനെ ഷെയ്ഖ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഞങ്ങളവിടെ വീടിൻ്റെ കോലായ്മ ഇങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ആരാത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതൊരു മുദരിസാണ് എന്നാ പറഞ്ഞു. ആ മുദരിസിൽ വലിയ ആൾക്കാരൊന്നും പെടില്ലേ എന്നൊക്കെ ചോദിച്ച് തമാശയിൽ അത് കേട്ടപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഭയങ്കര ചെല്ലലും പിടിക്കലൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. നടന്നുകൊണ്ട് ചെല്ലിക്കൊണ്ടിരിക്കുക നല്ല ലാത്തി ചാർജ് നടത്തുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ഷെയ്ഖുനത് പറഞ്ഞ് തമാശാക്കിയതിന് ശേഷം ഉള്ളിലേക്ക് പോയപ്പോൾ ഇയാളിങ്ങനെ കയ്യുമ്മ ഇങ്ങനെ കാട്ടുന്നുണ്ട്. എന്താണ് കാട്ടണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഷെയ്ഖിനെ ഉള്ളിൽ പുറത്തിറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, മുസ്ലിം കവർ കിടക്കണ ഔലിയാക്കളൊക്കെ പുറത്ത് വിടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിൽ ഇയാളാ ബേജാറ് കൂടി. അപ്പോൾ തൊട്ടടുത്തിരിക്കണം എന്നോടൊക്കെ അയാൾ പറഞ്ഞിട്ടൊന്നുമില്ല. മൂപ്പരിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഉസ്താദ് നിങ്ങൾ കാട്ടിയെന്ന് ചോദിച്ചു. ഇത് വല്ലാത്ത തീക്കട്ടെ ഞാൻ വിചാരിച്ചതൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്തെന്ന് ചോദിച്ചു. ഞാൻ സാധാരണ കോയപ്പാപ്പാൻ്റെ അടുത്തേക്കാണ് പോയിന്ന് വേങ്ങര. ഇതിവിടെ നമുക്കൊരു സ്വീകാര്യത കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കോയപ്പാപ്പാനെ മനസ്സുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖുന പറയാണ് പിന്നെ കവർ കിടക്കണ ഔലിയാക്കളൊക്കെ പുറത്ത് വിടുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതിപ്പോൾ കോയപ്പാപ്പ ഔലിയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയ ഷെയ്ഖുനാനെ പറ്റി നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരുന്നു. ഒരിക്കൽ പിന്നെ വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സമദാനി സാഹിബിൻ്റെ വീട്ടിൽ ഒന്ന് കയറുക, എന്നിട്ട് നമുക്ക് പോകാമെന്ന് മൂപ്പര് ഷെയ്ഖുനാനായിട്ടൊക്കെ വലിയ ബന്ധമുള്ള സമയത്ത്. അപ്പോൾ പറഞ്ഞു പിന്നെ ആ പെട്ടിയൊക്കെ തുറന്നിട്ട് ഒരു പിന്നെ ഗോൾഡ് ടോപ്പുള്ള ഒരു പെന്ന് അയാൾക്ക് കൊടുത്തു. അപ്പോൾ പിന്നെയും ഇല്ല അങ്ങനത്തെ ഓരോ പെന്നൊക്കെ കാണാണ്ട്. അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടല്ലേ, എനിക്കന്ന് ഈ ഗോൾഡിനോട് അന്ന് തീരെ താല്പര്യമില്ല. അപ്പോൾ അതിന് തന്ന ഞാൻ ഏത് കാലത്തും ഈസി കുത്തി നടക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഇനി വേറെ അവിടെ നിന്ന് എടുക്കണ്ടെന്ന് എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു. അപ്പോൾ വെട്ടിയോടെ പൂട്ടും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വളാഞ്ചേരി വന്നിട്ട് യാത്രയാക്കുന്ന സമയത്ത് പെട്ടെന്ന് കീസിയിലത്തെ ആ ഇതെടുത്തിട്ട് എന്നുവെച്ചാൽ ഞാൻ മനസ്സിൽ കിട്ടുകയാണെങ്കിൽ ആ കീസി കിടക്കണ കിട്ടിയാൽ മതി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ആ ഉസ്താദിന് ഞാൻ 2 കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പേനിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പോൾ ഇങ്ങനെ ഏറ്റവും പിന്നെ ഇൻറ്റിമേറ്റായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത് സഞ്ചരിച്ച് ഒപ്പം യാത്ര ചെയ്ത് ഇടയ്ക്കൊക്കെ ഒരു കടക്കി തന്നെ കിടക്കാനും ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ട്. കാരണം അജ്മീറിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അവിടെ ജയ്പൂരിൽ വന്ന് ഫ്ലൈറ്റ് മിസ്സായ സമയത്ത് ഞങ്ങൾ റൂമൊക്കെ തരുമ്പോൾ കൂടുതലൊന്നും ഞങ്ങൾക്ക് 3 ആൾക്കും കൂടി ഇവിടെ കിടക്കാം. അബൂക്കറാജ് ഉണ്ടായിരുന്നു. നമുക്ക് 2 ആൾക്കും ഈ ബെഡിൽ കിടക്കാം. മൂപ്പര് താഴത്ത് കിടന്നോട്ടെയാണ്. അങ്ങനെ അടുത്തടുത്ത് പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ തന്നെ നമുക്ക് ഷെയ്ഖിന് ആരാണെന്ന് മനസ്സിലാക്കുക. അടുത്ത് കൂടുമ്പോൾ ബേജാറ് കുറച്ച് കുറയും. എടുത്തു കൂടുമ്പോൾ എന്ത് സംസാരിക്കുക, വിട്ടു നിൽക്കുമ്പോൾ ഭയങ്കര ബേജാറാണ്, സൂര്യനെ കാണുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഷെയ്ഖുനാനെ പറ്റി ഒരുപാട് മനസ്സിലാക്കാനുള്ള അവസരം. രാത്രി ഇങ്ങനെ വിഷമിച്ച് ഞാൻ ഷെയ്ഖിനെ ആലോചിച്ച് കുത്തിരുന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ അങ്ങനെ വിഷമിച്ച് കുത്തിരുന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഷെയ്ഖുനാനെ പറ്റി നമ്മൾ ഏതെങ്കിലും എങ്ങനെയെങ്കിലും കുറേ കറാമത്തുകൾ പറയാമെന്നല്ല, നേരനുഭവങ്ങൾ അത് 100 കണക്കിനുണ്ട്. അത് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഒരു മോഡൽ മാത്രമാണ്. മഞ്ഞുമലൻ്റെ തല
കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ബാക്കി ഒരുപാടുണ്ട്. ഓരോരുത്തർക്കും ഇതേപോലെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഷെയ്ഖുനാൻ്റെ ആ ഷെയ്ഖിയ്യത്തിനുള്ള അഹ്ലിയത്ത് അത് കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അവിടുന്ന് ഇപ്പോൾ മറഞ്ഞുപോയി എന്നുവെച്ചാൽ വഫാത്തായിപ്പോയി യാതൊരു സംശയവും നമുക്കില്ല. കാരണം എല്ലാവരും വഫാത്താവും. അല്ലാതെ ഷെയ്ഖുൻ എവിടെയും ഒളിച്ചുത്തിരിക്കുക മറഞ്ഞുത്തിരിക്കുക എന്നാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഷെയ്ഖുന് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഷെയ്ഖുനാനോട് ഏതുപോലെ ഇടപെട്ടിട്ടുണ്ടോ അതേപോലെ തന്നെ മഹാനവറുകളുടെ വിസാലിന് ശേഷം അല്ലെങ്കിൽ വഫാത്തിന് ശേഷം അതേപോലെ തന്നെ ഷെയ്ഖിനെ കാണുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഷെയ്ഖന്മാരുടെ തടി അത് വിട്ടുപിരിയും. അതാ വഫാത്ത് എന്ന് പറഞ്ഞാൽ അത് നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയി. ചില ആൾക്കാരൊക്കെ ആ സമയത്ത് വിജൃംഭിതരായിപ്പോയി, പരിഭ്രമിച്ചു പോയി, അവരെ സമനില തെറ്റിപ്പോയി. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ സംഭവം നടന്നല്ലോ. അങ്ങനെയുള്ള മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്രകാരം അവർക്ക് വഴികാട്ടിയായിരുന്നു, അതേപോലെ തന്നെ മഹാനായ ഷെയ്ഖുന നമ്മളിൽ നിന്നും മറഞ്ഞു പോയാൽ യഥാർത്ഥത്തിൽ നമുക്ക് വഴികാട്ടിയായിക്കൊണ്ട് ഏത് സമയത്തും നമ്മുടെ കൂടെ വേണം. നമ്മൾ ഷെയ്ഖിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷെയ്ഖ് പോയാൽ എല്ലാം പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കരുത്. ഷെയ്ഖ് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പാടില്ല. അത് രണ്ടിൻ്റെയും ബൈനയിലായിരിക്കണം, രണ്ടിൻ്റെയും ഇടയിലായിരിക്കണം നമ്മളുടെ കാഴ്ചപ്പാട് വേണ്ടത്. നമ്മൾ മഹാന്മാരായ മശായിഖന്മാരെ പറ്റി ബഹുമാനപ്പെട്ട ഇമാം യാഫി തങ്ങളുടെ റിസാലത്തുൽ മക്കിയ ഫി ത്വരീഖ് സാദത്തി സൂഫിയ എന്ന് പറയുന്ന കിതാബിൽ കാണാം. വഅൽ മുരീദ് യതയക്കന അന്ന റൂഹാനിയത്ത് ഷെയ്ഖി ഗൈറു മുതഹയ്യിസിൻ ബി മൗദിൻ ദൂന മൗദിൻ. ഒരു ഷെയ്ഖിൻ്റെ ആത്മീയ ശക്തി, ആത്മീയമായിട്ടുള്ള തെർബിയത്ത്, ആത്മീയമായ ശക്തി അതേതെങ്കിലും സ്ഥലത്ത് പരിമിതമാണ് എന്നൊരിക്കലും ഒരു മുരീദ് മനസ്സിലാക്കണ്ട. അത് ഷെയ്ഖുന ആലുവയിൽ ആ കബറകത്തിൽ മാത്രം ഇരിക്കുകയാണ്, പുറത്തേക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തെരീക്കത്ത് ഒരു സങ്കുചിത തെരീക്കത്തായി മാറുന്നു. അങ്ങനെയുള്ള ആളുകൾക്കാണ് ആലുവയിൽ പോയി സിയാറത്ത് ചെയ്തെങ്കിൽ തന്നെ തെരീക്കത്ത് ശരിയാകും എന്നുള്ള ഒരബദ്ധ ധാരണ പല ആളുകൾക്കുണ്ട്. കാരണം തെരീക്കത്തൊക്കെ ശരി, എന്നാലും ഒന്ന് ആലുവയിൽ പോയിട്ട് ഒന്ന് സിയാറത്ത് ചെയ്യണ്ടേ. അവിടെ ആൾക്കാർ ചിലപ്പോൾ വില്ലും വടിയും പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ആരാ അങ്ങോട്ട് പോകണം? ഷെയ്ഖന്മാർ അതിന് മേലെ എല്ലാ ഷെയ്ഖന്മാരും ഉണ്ടല്ലോ. അവിടേക്കൊക്കെ പോയി പറഞ്ഞമാതിരി പ്രശ്നമാണെങ്കിൽ ആരും പോകില്ല. അപ്പോൾ അങ്ങനെയല്ല ത്വരീഖത്തിനെ പറ്റിയും ഷെയ്ഖിനെ പറ്റിയും നമ്മളെ കാഴ്ചപ്പാട് വേണ്ടത്. മഹാനായ ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറയാണ്, മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറപ്പിക്കണം ഈ ഷെയ്ഖിൻ്റെ റുഹാനിയത്തും തെർബിയത്തും ഒരു സ്ഥലത്ത് മാത്രം പരിമിതമാണ് എന്ന് മനസ്സിലാക്കരുത്. അത് എല്ലാ ഭാഗത്തുമുണ്ട്. കുല്ലുമാലായക്കൂനും തഹയ്യിസൻ, അങ്ങനെ പ്രത്യേക ഒരു സ്ഥലത്ത് മാത്രമല്ലാത്ത ഏതൊരു കാര്യവും അത് എല്ലാ ലസ്തവത്ത് ഇലൈഹി അൽഅംകിനത്തു കുല്ലുഹ, എല്ലാ സ്ഥലങ്ങളും ആ ഷെയ്ഖിലേക്ക് നോക്കുമ്പോൾ സമമാണ്. അപ്പോൾ മങ്കേരി ആയിരുന്നാലും വളാഞ്ചേരി ആയിരുന്നാലും ഇനി ഗൾഫിലുള്ള ആൾക്കാരായിരുന്നാലും അവർക്കൊക്കെയും ഷെയ്ഖും ഷെയ്ഖിൻ്റെ തെർബിയത്തും റുഹാനിയത്തും ഒക്കെ അവർക്കൊക്കെയും സമമാണെന്ന് മഹാനായ ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളൊരു ഷെയ്ഖിന് ആ ആത്മീയമായ ശക്തി നേടിയ ശക്തിയുണ്ടെന്ന് നാം മനസ്സിലാക്കിയ മഹാനവറുകളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എപ്രകാരം നമ്മൾ സ്നേഹിച്ച് ആ സുഹബത്തുമായിട്ട് നടന്നിട്ടുണ്ടോ അതേപോലെ തന്നെ ഇപ്പോഴും നമുക്കത് ബാധ്യതയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ത്വരീഖത്തിനും നമ്മുടെ ശരീരത്തിനും വളർച്ച ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇമാം യാഫി തങ്ങൾ പറഞ്ഞു, കുല്ലമാ തദക്കർ മുരീദു ബി കൽബിഹി ഷെയ്ഖ ഖറബ മിൻഹു ഷെയ്ഖ്. ഇങ്ങനെയുള്ള ഒരു മുരീദ്, ആ മുരീദ് അവൻ്റെ കൽബ് കൊണ്ട് ഷെയ്ഖിനെ ഓർക്കുന്ന സമയത്ത് അതാണ് യഥാർത്ഥത്തിൽ ആ ഷെയ്ഖിനായിട്ട് അടുക്കാനുള്ള മാർഗം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിയാറത്ത് എന്നുള്ളത് നമ്മളെല്ലാവരും പാടെ കൂടിയിട്ട്
ഒരു കൂട്ട സിയാറത്തിന് പോകുക, ബസ് പിടിക്കുക എന്ന് പറയും. അതൊന്നും പോരാ. ഷെയ്ഖിനെ സിയാറത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ആനും നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പരിപാടിയാണ്. കാരണം ഷെയ്ഖ് തൗഹീദ് രണ്ട് സംഗതി ഉണ്ടെങ്കിൽ ആ ഷെയ്ഖിനെ സിയാറത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സിയാറത്ത് ചെയ്യേണ്ടത്? ഏത് സമയത്തും സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കണം. എത്രത്തോളം റാബിതത്തു ഷെയ്ഖി അഫ്ദലു മിന ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഷെയ്ഖുമായിട്ടുള്ള ആത്മീയ ബന്ധം അതാണ് ദിക്റിനേക്കാളും മഹത്തരമെന്ന് മഹാന്മാരായ ആരിഫ്യങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ നിലക്ക് ചിന്തിക്കുമ്പോൾ മഹാനായ ഷെയ്ഖുനയുമായിട്ടുള്ള ആത്മീയ ബന്ധം, ആ അടുപ്പം അത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സിയാറത്ത്. അവിടെ തന്നെ മുരീദിന് മഹാനവർ പറഞ്ഞു ഫസ്തഫാദ മിൻഹു, അങ്ങനെ ആ ഷെയ്ഖിനെ ശരിക്കും നന്നായിട്ട് ഓർത്തുകൊണ്ടേയിരിക്കുന്നൊരു മുരീദ്. ആ മുരീദിന് ആവശ്യം വരുമ്പോൾ ഷെയ്ഖ് അവിടെ വരും. ആ ഷെയ്ഖിൽ നിന്ന് അവന് കാര്യം നേടാം, കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് ബഹുമാനപ്പെട്ട ഇമാം യാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള ഒരു പവറിലാണ് ആരുള്ളത്? മഹാനായ ഖുതുബുസ്സമാൻ ഷെയ്ഖുന മഹാനവർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുള്ളത്. അപ്പോൾ മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് വഫാത്താവുന്നതിന് മുമ്പ് ഷെയ്ഖുനാനെ കാണുമ്പോഴുള്ള ആ ബേജാറും പേടിയും അല്ല, ഷെയ്ഖുനാൻ്റെ ആ റുഹാനിയത്ത് അത് എന്നൊന്നും ബാക്കിയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴും അതേപോലെ തന്നെ ആ സുഹബത്തും മഅയ്യത്തും നമ്മൾ കൊണ്ടു നടക്കണം. ഈ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ മഅയ്യത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, തഖ്വ ചെയ്യണം, സത്യസന്ധരും സച്ചരിതരുമായിട്ടുള്ള ആരിഫ്യങ്ങളോട് കൂടെയാവണം എന്ന് പറയുമ്പോൾ ആ മഅയ്യത്ത് രണ്ട് സൈസ് മഅയ്യത്തുണ്ട്. രണ്ട് സൈസുള്ള മഅയ്യത്ത് എന്താ? കൂടെ ആവുക എന്ന് പറഞ്ഞാൽ സുഹബത്ത്, കൂടെയാവുക, അതാ മഅയ്യത്ത്. ആ മഅയ്യത്ത് ശരിക്കും അവരെ സന്നിധിയിൽ ചെല്ലുക, ജീവിച്ചിരിക്കുമ്പോൾ അവരെ കാണുക, ഇതൊക്കെ ആ മാദിയായ മഅയ്യത്താണ്, ആ പദാർത്ഥപരമായിട്ടുള്ള മഅയ്യത്താണ്. അതേസമയം റൂഹിയായ മാനവിയായ മഅയ്യത്ത് ആ സമയത്തുണ്ട്, അതിപ്പോഴും അതുതന്നെയുള്ളത്. ആ സമയത്ത് നമ്മൾ ഷെയ്ഖുനാനെ കണ്ടു കഴിഞ്ഞ് വീട്ടിൽ പോന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഷെയ്ഖുനാനെ അപ്പോൾ വിടാൻ പറ്റുമോ? ആ മഅയ്യത്ത് അപ്പോഴും വേണ്ടേ? അപ്പോൾ ഷെയ്ഖുനാൻ്റെ വഫാത്തിന് ശേഷം ഇനി നമ്മളെ മരണം വരേക്കും നമുക്ക് ആ മഅയ്യത്ത് വേണം, മരണശേഷവും നമുക്ക് ആ മഅയ്യത്ത് വേണം. റബ്ബന ഇന്നനാ സമീഅനാ മുനാദിൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബി റബ്ബിക്കും ഫആമന്നാ റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബനാ വഗ്ഫിർ അന്നാ സയ്യിആതിനാ തവഫനാ മഅൽ അബ്റാർ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി, അത് കഴിഞ്ഞാൽ അവിടെ അനന്തരാവകാശികളായ മഹാന്മാർ. അപ്പോൾ അവരെപ്പറ്റി എന്ത് പറഞ്ഞു? ഞങ്ങൾ നിന്നിലേക്ക് വിളിക്കുന്നൊരു വിളിയാളനെ, ഒരു വിളംബരക്കാരനെ ഞങ്ങൾ കേട്ടു. റബ്ബന ഇന്നനാ സമീഅനാ മുനാദി യുനാദി ലിൽ ഈമാൻ, ഈമാനിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്ന. അൻ ആമിനൂ ബി റബ്ബിക്കും ഫആമന്ന, അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു. റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബനാ വഗ്ഫിർ അന്നാ സയ്യിആതിനാ തവഫനാ മഅൽ അബ്റാർ. അവിടെ പറഞ്ഞെന്താ? പടച്ചവനെ ഞങ്ങൾ മരിപ്പിക്കണേ, മഅൽ അബ്റാർ, അബ്റാറുകളോട് കൂടെ മരിപ്പിക്കണേ. അബ്റാറുകളോട് കൂടെ മരിപ്പിക്കുന്ന ആ കൂടെ ആവുക എന്ന് എങ്ങനെ ആ സ്നേഹിക്കുന്ന ആളോടുകൂടെ? ഇപ്പോൾ ഷെയ്ഖുനാനോട് കൂടെ നമ്മളെങ്ങനെ മരിക്കുക? ഷെയ്ഖുനും മരണപ്പെട്ട് കഴിഞ്ഞല്ലോ, ഇനി നമ്മൾ ഷെയ്ഖുനാൻ്റെ കൂടെ നമുക്ക് ഇനി മരിക്കാൻ പറ്റൂ? അല്ലെങ്കിൽ അബ്റാറുകളാവുന്ന ഔലിയാക്കൾ, അവരോട് കൂടെ എങ്ങനെ മരിക്കുക? അപ്പോൾ അതാണ് സുഹബത്ത് രണ്ട് സൈസുണ്ട്, ആ മഅയ്യത്ത് രണ്ട് സൈസുണ്ട്. മഅയ്യത്ത് ദാത്തിയായ മഅയ്യത്തും മാനവിയായ മഅയ്യത്തും എന്ന് പറഞ്ഞതുപോലെ ഈ മാത്തിയായ മഅയ്യത്തും അതുപോലെ തന്നെ മാനവിയായ റുഹിയായ മഅയ്യത്തും രണ്ട് സൈസ് മഅയ്യത്ത്. അപ്പോൾ ഷെയ്ഖുനാൻ്റെ വഫാത്തിൻ്റെ ശേഷം ശരിക്കും ഈ മഅയ്യത്ത് ശക്തമാക്കുക എന്നുള്ളതാണ്. ആ റൂഹിയായ മഅയ്യത്ത്, അപ്പോൾ അവരോടുള്ള മഅയ്യത്തിലൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി അഫന്ദി റഹ്മഹുല്ലാ തൻ്റെ തഫ്സീർ റൂഹുൽ ബയാൻ തഫ്സീറിൽ കാണാം. തവഫന മഅൽ അബ്റാർ എന്ന് പറയുമ്പോൾ തവഫന മഖ്സൂസിന ബിൽ മഅയ്യത്തിഹിം, അവരോടുള്ള മഅയ്യത്തുകൊണ്ട് പ്രത്യേകക്കാരായ നിലക്ക്, ആ നിലക്ക്
ഞങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്തും വേണം മയ്യത്ത്. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മയ്യത്ത് വേണം, മരിക്കുന്നത് വരെയും മയ്യത്ത് വേണം, അതിന് ശേഷം മയ്യത്ത് വേണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഷേഖിനെ കാണുന്ന സമയത്ത് പിന്നെ തോന്നിയാസങ്ങളൊന്നും വല്ല നമ്മളടുത്തുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇതിപ്പോൾ പിന്നെ ഷേഖുനാൻ്റെ ജീവിതകാലത്ത് ഉണ്ടാവാത്ത അതിരുവിട്ട വാദങ്ങളും സംസാരങ്ങളുമൊക്കെ ഷേഖുനാൻ്റെ വഫാത്തിൻ്റെ ശേഷം പിന്നെ പുതുതായിട്ട് വന്നുപോയി. ഏതെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതെങ്ങാനും ഷേഖുന ജീവിച്ചിരിക്കണ കാലത്താണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുക? ഈ പറഞ്ഞ ആൾക്കാരെ മണ്ട അന്നുണ്ട്, അവർക്കുള്ള പിന്നെ ബുദ്ധിയും കുബുദ്ധിയും ഒക്കെ ആ കാലത്തുണ്ട്. പക്ഷേ പറയാനൊന്നും പറ്റില്ല, കാരണം ഷേഖുന വളരെ ക്ലിയറായിരുന്നു. ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും വ്യക്തമായ തത്വങ്ങളനുസരിച്ച് ഷേഖുന ജീവിച്ചതും ആ തർബിയത്ത് ചെയ്തതുമൊക്കെ എത്രത്തോളം സാമാന്യ ജനങ്ങൾക്ക് അന്യവൽക്കരിക്കുന്ന രൂപത്തിൽ ഒരിക്കലും ത്വരീഖത്തിന് ഷേഖുന അവതരിപ്പിച്ചിട്ടില്ല. നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ അവരൊക്കെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പിന്നെ മഹാനവറുകൾ ഒന്നാണ് മറഞ്ഞപ്പോഴേക്കും തോന്നിയത് കാട്ടുകയാണ്. മഹാനവറുകൾ ഒന്നാണ് മറഞ്ഞു നിന്നപ്പോഴേക്കും പിന്നെയുള്ള തോന്നിയാസമൊക്കെ കാട്ടുക എന്നുള്ളതാണ്. അത് പറ്റില്ല. നമുക്ക് അന്നും ഷേഖാണ് എന്നും ഷേഖാണ്. ഈ നിലക്കന്നെ നമുക്ക് മരിച്ചു പോകണം. അതാണ് നമ്മൾ ആഗ്രഹം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മഹാനായ ഷേഖുന എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കണ്ണി ചേർത്തതാണ്. വലിയൊരു കണ്ണിയാണ് നമ്മൾ ചേർത്ത് തന്നിട്ടുള്ളത്. നമ്മൾ വെറും ഷേഖിനെ പഠിച്ചു, നമ്മൾ തൽക്കാലം എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിച്ചു, ആ ആവശ്യം നടന്നു. നമുക്കിപ്പോൾ വിസ വേണം, വിസ കിട്ടി, അല്ലെങ്കിൽ കടം തീരണം, കടം വീടി, അത് കഴിഞ്ഞാൽ പോരാ. അപ്പോൾ ഏത് ഔലിയാക്കന്മാർ ചെന്നാലും ചിലപ്പോൾ ഞാൻ ഔലിയാക്കന്മാരല്ലാത്തവർ ചെന്നാലും ചിലപ്പം ഈ ആദി കാര്യങ്ങളൊക്കെ നടക്കും. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അസ്മായിൻ്റെ ആൾക്കാരെ പിന്നാലെ നടക്കും, അസ്മായിൻ്റെ ആൾക്കാരൊപ്പം നടക്കും. ഇതൊക്കെ സാധാരണ പതിവ് തന്നെയല്ലേ. അതുകൊണ്ടൊന്നും നടക്കില്ല എന്ന് ആരും പറയണില്ല. പക്ഷേ ഷേഖുനാനെ കാണാൻ പോകുന്നത് അങ്ങനെയല്ല. ഈ മരണസമയത്ത് കൂടെ വേണം, മരണത്തിന് ശേഷം കൂടെ വേണം, ആഖിറത്തിൽ നമുക്കൊപ്പം വേണം, ആ സംഘത്തിലായിട്ട് പോകണം എന്ന ഉദ്ദേശം കൊണ്ടാണ് മഹാനായ ഷേഖുനാനെ നമ്മൾ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിൽ അണുവിട വ്യതിചലിക്കാതെ മഹാന്മാരായ മശായിഖന്മാരെ ആ കണ്ണിയിൽ നമ്മൾ ചേർത്തു എന്നുള്ളത് ഷേഖുന നമുക്ക് ചെയ്ത, ഷേഖുന വഴിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി. മഹാനായ ഇമാം ഷാറാനി തങ്ങൾ തൻ്റെ അൻവാറുൽ ഖുദ്സിയിൽ പറയുന്നു, ഈ തൽഖീൻ ഒരു ഷേഖിനെ കണ്ട് പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഏറ്റുവാങ്ങുക, ഷേഖ് പറഞ്ഞു കൊടുക്കുക, മുരീദ് സ്വീകരിക്കുക. ആ ദിക്റിൻ്റെ മഹത്തായ ആ കവാടത്തിലൂടെ അവനെ കടത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. അത് ചില മുരീദന്മാർക്ക് എന്ത് ചെയ്യാൻ, അവർക്ക് നല്ല വലിയ കയറ്റം കയറുന്ന ആൾക്കാരുണ്ട്. അത് ഖാസായിട്ടുള്ള ഗുണം. ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞത് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, എല്ലാവർക്കും ഷേഖുന പറയലോ, പിന്നെ ഒന്നുമില്ലെങ്കിൽ പുഞ്ചിരിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ, പുഞ്ചിരിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവായിട്ടുള്ള ഗുണമാണ്. അത് അധ്വാനിച്ച ആളുകൾക്കും അധ്വാനിക്കാത്ത ആളുകൾക്കും ഒക്കെ ഉള്ള ഗുണമാണ്. എന്ത് ഈ പുഞ്ചിരിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആകെ എന്താ വേണ്ടത്, അവരാ ഇറാദത്ത്, ഷേഖുനയുമായിട്ടുള്ള അവരാ ഇറാദത്ത്, ഷേഖുനാനോടുള്ള മഹബത്ത്, അതിൽ കളങ്കമില്ലാതെ ഷേഖുനാനോട് നല്ല നിഷ്കളങ്കമായിട്ട് ഇടപെട്ടാൽ മതി. ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ ഇറാദത്ത് ശരിയായി. ഇറാദത്ത് ശരിയായി കഴിഞ്ഞാൽ പുഞ്ചിരിച്ച് മരിക്കുക. അതാണ് ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞത്. ഫസമറത്തുല്ലാമത്തു, പൊതുവായിട്ടുള്ള ഗുണം. അത് കൂടുതൽ ലക്ഷക്കണക്കിന് ദിക്ർ ചൊല്ലിയ ആൾക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ, പൊതുവായിട്ടുള്ള ഗുണം അതെന്താണ്? അത് അദ്ദുഖൂലു ബിത്തൽഖീനി ഫി സിൽസിലത്തിൽ ഖൗം ഫയസീറു കഅന്നഹു ഹൽഖത്തുൻ മിൻ ഹലഖിൽ സിൽസിലത്തിൽ ഹദീദ് ഫഇദാ തഹറക ഫി അംരിൻ തഹറക മഅഹു സായിറു സിൽസില. ഇതാണ് ഒരു മുരീദിന് കിട്ടുന്ന വലിയ ഗുണം. എന്താ പറഞ്ഞത്? ഒരു ബയ്യത്ത് ചെയ്ത് ആ കലിമ ഏറ്റുവാങ്ങുന്ന സമയത്ത്
എല്ലാവർക്കും ആമായിട്ട് പബ്ലിക്കിൽ പൊതുവായിട്ട് കിട്ടുന്ന കാര്യമാണെന്ത്? അദ്ദുഖൂലു ഫീ സിൽസിലത്തിൽ ഖൗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മഹാന്മാരായ മശായിഖന്മാരുടെ കണ്ണി, ആ കണ്ണിയിൽ കണ്ണിയായിട്ട് ചേരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഫലം എല്ലാവർക്കും ഉള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത തൽക്കീനൊക്കെ വേറുണ്ട്. ഈ തൽക്കീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതന്നെ നമുക്ക് വേണ്ടേ. അദ്ദുഖൂലു ഫീ സിൽസിലത്തിൽ ഖൗം ഫയസീറു കാന്നഹു ഹൽക്കത്തും മിൻ ഹിലക്കി സിൽസിലത്തിൽ ഹദീദ്. ഒരു ഇരുമ്പിൻ്റെ ചങ്ങലയെ നിങ്ങൾ സങ്കല്പിക്കും. ആ ഇരുമ്പിൻ്റെ ചങ്ങലയിൽ കണ്ണി എപ്രകാരമാണോ അതേപോലെയായിരിക്കും ഈ മുരീദ്, ഈ ബൈഅത്ത് ചെയ്യുന്ന മുരീദ് അതിൽ കണ്ണിയായി മാറും. അതാണ് ബൈഅത്തിൻ്റെ കാര്യം. ഇത് ബൈഅത്ത് ചെയ്യാത്ത ആളുകൾക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല, അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. ഇങ്ങനെയുള്ള മുരീദ്, ആ മുരീദിനെ സംബന്ധിച്ചിടത്തോളം ഫൈദാ തഹറക ഫി അംരിൻ തഹറക മഅഹു സായിറു സിൽസില. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആ മുരീദിനൊരു ബേജാറ് വന്നാൽ തഹറക മഅഹു സായിറു സിൽസില, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ ആ സിൽസിലയിലുള്ള മശായിഖന്മാരൊക്കെയും ഇവൻ്റെ കാര്യത്തിൽ അവരും ബേജാറാവുന്നതാണ്. അങ്ങനെയല്ലത് പിന്നെ ഒരു കണ്ണിക്ക് ഇളക്കം വരുമ്പോൾ എല്ലാ കണ്ണിക്കും ഇളക്കം വരുമല്ലോ. അപ്പോൾ ഒരു മുരീദ് അവൻ യഥാർത്ഥത്തിൽ ഒരു തറവാടിയായ മുരീദാണെങ്കിൽ, അവൻ്റെ ശേഖനെ മാറ്റി നിർത്താത്തൊരു മുരീദാണെങ്കിൽ, ആ ശേഖൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യം നടക്കില്ല. ശേഖന് മാറ്റി നിർത്തി അതിനേക്കാൾ സൂപ്പർ സ്റ്റാറായ ശേഖ് ഇപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ആ ശേഖനെ പിടിച്ചതുകൊണ്ട് കാര്യം നടക്കില്ല, മറ്റേ ഉള്ളതില്ലാതായി പോവുക ചെയ്യും. ബഹുമാനപ്പെട്ട മുഹമ്മദ് അമീൻ ഖുർദി റഹ്മഹുല്ലാ തൻ്റെ തൻവീറുൽ ഖുലൂബ് സാധാരണ ദർസിലൊക്കെ പഠിപ്പിക്കുന്ന കിതാബ അതിലുണ്ടല്ലോ, യംബഗീലിൽ മുരീദീന ആ യാരിഫു നിസ്ബത്ത് ഷെയ്ഖിഹിം വരിജാല സിൽസിലത്തി കുല്ലിഹ മിൻ മുർഷിദിഹിം ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുരീദന്മാരുടെ നിർബന്ധമായ ബാധ്യത അവർക്കൊരു വാപ്പാനെ അറിയണം, വാപ്പാൻ്റെ വാപ്പാനെ അറിയണം, അങ്ങനെ ഉപ്പാപ്പാരെ അറിയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അവൻ്റെ പിതാക്കന്മാർ, ആത്മീയ പിതാക്കന്മാരാരാണെന്ന് അറിയണം. അത് നിർബന്ധമാണെന്ന് മഹാനവറുകൾ പറഞ്ഞു. യംബഗീലിൽ മുരീദീന അയ്യാരിഫു നിസ്ബത്ത ഷെയ്ഖിഹിം, അവരുടെ ഷെയ്ഖിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ആ നിസ്ബ, ആ നസബ് അത് ശരിക്കും നന്നായിട്ട് അറിയണം. വരിജാല സിൽസിലത്തി കുല്ലിഹ, ആ കണ്ണികളിലുള്ള ആ പരമ്പരയിലുള്ള എല്ലാ മഹാന്മാരെയും അവനറിയണം. മിൻ മുർഷിദിഹിം ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ ഷേഖ് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള. കാരണം ഫൈനഹും ഇദാ അറാദു അൻ യത്ലുബുൽ മദദ മിൻ റുഹാനിയതിഹിം വകാന ഇന്തിസാബുഹും ഇലൈഹിം സഹീഹ ഹസല ലഹുൽ മദദ്. കാരണം എന്തുകൊണ്ട്? ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മഹാന്മാരായ മശായിഖന്മാരിൽ മദദ് കിട്ടാൻ ആഗ്രഹിക്കുകയും എന്നാൽ ആ മശായിഖന്മാരുമായുള്ള ഇവൻ്റെ ബന്ധം അത് ക്ലിയറായിട്ടുള്ള ബന്ധവുമാണെങ്കിൽ ഹസല ലഹുൽ മദദ്, അവർക്ക് മദദ് കിട്ടും, സഹായം കിട്ടും. അവിടെ വീണ്ടും പറഞ്ഞു ഒമല്ലം തത്തസിൽ സിൽസില മുട്ടാത്ത ആളുകളാണെങ്കിൽ ഓഹു മക്തൂൽ ഫൈദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് സിൽസില ശരിക്കും മുട്ടാത്ത ഒരാളാണെങ്കിൽ ഓൻ സൂപ്പർ സ്റ്റാറിനെ അപ്പുറത്ത് പോയി പിടിച്ചു, അതിനേക്കാളും വലിയ അസ്മായിൻ്റെ ആൾ ഇപ്പുറത്തുണ്ട്, അതാ നല്ലത് ഇതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നിയായിട്ട് പോയി കഴിഞ്ഞാൽ ഓ മക്തൂൽ ഫൈദ്, അവൻ ആ ഫൈദാൻ അവന് കിട്ടൂല. ആ ഫൈദാൻ അനുഗ്രഹവർഷം തടയപ്പെട്ടവനാണ്. പിന്നെ അനുഗ്രഹവർഷം തടയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓനെ നേരാക്കാൻ വേണ്ടി വേറൊരാൾ വരും, നമ്മൾ ലാനത്തുദാരി പറയുന്ന ആളാണ്. പിന്നെ അത് വന്നുകൊണ്ട് ചിലപ്പോൾ ഇമാം യാഫി തങ്ങൾ ആ നേരത്തെ പറഞ്ഞ കിതാബിൽ തന്നെ പറയുന്നുണ്ട്, ചിലപ്പം ഈ മുരീദിന് ഷെയ്ഖിൻ്റെ കോലത്തിൽ ഇബ്ലീസ് വരില്ല എന്നാണ് മഹാനവർ പറഞ്ഞ. ഒറിജിനൽ മുരീദന്മാർക്കാണ് അത്. നേരെ മറിച്ച് ഇങ്ങനെ ഈ അവിടെയും പടിയും പോയി നിൽക്കുന്ന മുരീദന്മാരാണ് ചിലപ്പോൾ ഷെയ്ഖിനെ തന്നെ മോശമായ രൂപത്തിൽ അവർ സ്വപ്നം കാണാൻ മറ്റൊക്കെ സാധ്യതയുണ്ട്. എന്നിട്ട് ഷെയ്ഖിനെ മോശമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നവരാണ്. അപ്പം ശരിക്കും ആ മദദ് അത് കിട്ടണം. ആ മദദ് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ മഹാന്മാർ പറഞ്ഞു യുഹർരിക്കുൽ മുരീദു സിൽസില തഅതീ ഇലൈഹി മിൻ റിജാലി ഹസ്സുല എന്നാണല്ലോ.
എപ്പോഴും ഒരു മുരീദ് അവൻ്റെ ഷേഖിനെ പിടിച്ചാലും ഇനി ഷേഖിൻ്റെ മേലുള്ള ഷേഖിനെ പിടിച്ചാലും ഇനി ഔസുല്ലാദം ഖദ്ദസുല്ലാഹു ഇതൊക്കെ ഇവർ ഒറ്റ ഷേഖുമായിരിക്കാം. അല്ല നമ്മളിപ്പോൾ 36 ഷേഖന്മാരുള്ളത് 36 കോലത്തിലല്ല ഉള്ളത്. കാരണം ഈ താഴത്തുള്ള ആളെ എന്തെങ്കിലും ന്യൂനതണ്ടി പരിഹരിക്കാൻ മേലുള്ള ആളുകളുണ്ട്. അതാണ് ഈ ബന്ധം, ഇതൊരു ഈടുറ്റ ബന്ധമാണ്. ഇതുകൊണ്ടാണ് ഈ ബന്ധം, ഇത് പിടിച്ചോളി, നിങ്ങൾ എൻ്റെ കൈ പിടിക്കുകയെന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ എൻ്റെ കൈ പിടിക്കുന്ന ആളുകൾക്ക് ഞാൻ അവരെ നോക്കുന്ന ഔസുല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഏത് കൈയായിരുന്നാലും ഇതിൻ്റെ മേലുള്ള കൈകളൊക്കെ നല്ല ബലപ്പെട്ട കൈകളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ചെയ്യുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ഷെഹറാനി തങ്ങൾ റഹ്മത്തുള്ളാഹി മഹാനവറുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് ഫയസീറു കാനഹു ഹൽക്കത്തും മിൻ ഹിലക്കി സിൽസിമിൻ ഹിലക്കി സിൽസിലത്തുൽ ഹദീദ്, ഇരുമ്പിൻ്റെ ചങ്ങലയിലൊരു കണ്ണിയപ്രകാരമാണോ അതേപോലെയാവും. അവന് കാര്യത്തിൽ അവൻ വിഷമിച്ചാൽ അവൻ്റെ എല്ലാ മശായിഖന്മാരും അവൻ്റെ കാര്യത്തിൽ ബേജാറായി കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ അവരൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വലിയ ഇതൊക്കെ വെറുതെ പ്രസംഗിച്ച് ഗീർവാണം വിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായി പറയണത്, ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ പഴയ കാലത്തൊക്കെ നമ്മൾ കുത്തുബിയത്ത് ഓതാൻ പോയിരുന്ന ആൾക്കാരാണ്. ഞാനൊക്കെ ഇപ്പോൾ പിന്നെ ദർസിൽ പോയിരുന്ന സമയത്ത് ദർസിൽ ഓതുന്ന കാലത്ത് കുത്തുബിയത്തിന് വിളിക്കും, പിന്നെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുത്തുബിയത്തിന് നമ്മളൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, 1000 വട്ടം ചെല്ലണമെന്നുണ്ടെങ്കിൽ 250, 4 ആളാണ് 250 വട്ടം ഓരി വെച്ച്, പിന്നെ 12 റക്അത്ത് ഏതായാലും 1000 ഉള്ളത് ഏതായാലും 250 ആക്കിയ പിന്നെ 12 പിള്ളേർ നിസ്കരിക്കണ്ടെന്ന് അതൊക്കെ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്ന് അതും വെച്ച് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെ നന്നായിട്ട് കൊശിയോടുകൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോരും കൈമടൊക്കെ കിട്ടും ചിലപ്പോൾ. അന്നും നമ്മൾ കുത്തുബിയത്ത് ഓതിയിരുന്നു. പക്ഷേ നിങ്ങളാലോചിച്ച് നോക്കണം, ഷേഖുനാനായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഈ മഹത്തായ മാർഗത്തിൽ വന്നതിന് ശേഷം ആ യാവസ്ന്ന് ശരിക്കും വിളിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പിന്നെ അനുഭവങ്ങൾ, കോരിത്തരിപ്പിക്കുന്ന അനുഭവങ്ങളും അത്ഭുതങ്ങളുമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഷേഖുനാനെ വിളിച്ചു കഴിഞ്ഞാൽ, ഷേഖനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഔസുല്ലാദമിനെ കിട്ടുമെന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരെ ഷേഖുൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വൈകാതെ നിങ്ങൾക്ക് ഔസുല്ലാദം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഔസുല്ലാദമിന് വൈകാതെ കിട്ടുമെന്ന് എന്നോട് എനിക്ക് സിൽസില തരുമ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ആ സിൽസില തരുമ്പോൾ ഔസുല്ലാദമിലേക്ക് നമ്മളെ മുട്ടിച്ച് തരില്ലേ ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വലിയ ദുര്യോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധ തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരുവിധം കറാമത്തൊക്കെ നമ്മൾ ഫോണിൽ തന്നെ ഉണ്ട്, പിന്നെ ഇനി വേറെ കറാമത്തെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളെ നിയ്യത്തിൽ നേരത്തെ അംസുസ്താദ് പറഞ്ഞ പോലെ ചില്ലറ പെശകൾ സംഭവിച്ചതുകൊണ്ട് നമ്മുടെ ആഗ്രഹം കൂടുതലാണ്, പണി കുറവാണ്. മല്ലം യുവത്തി തരീക്ക കുല്ലഹു ലം യുവത്തിഹി തരീക്കു ബാദഹു, ഇതെല്ലാം മഹാന്മാരും പറഞ്ഞതാ. മല്ലം യുവത്തി തരീക്ക കുല്ലഹു, തരീക്കത്തിന് മുഴുവനായും ആരെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ യുവത്തിഹി തരീക്കു ബാദഹു, തരീക്കത്ത് അവന് കുറച്ചും അല്പം തന്നെ കൊടുക്കൂല. പിന്നെന്തായിട്ട് തരീക്കത്തിന് ഫുള്ളായിട്ട് കൊടുത്തെങ്കിൽ തരീക്കത്ത് കുറച്ച് ഇങ്ങോട്ട് തരുള്ളൂ. നമ്മൾ തരീക്കത്തിന് കുറച്ച് കൊടുത്തിട്ട് നമ്മളെന്താ മനസ്സിലാക്കുന്നത്, തരീക്കത്ത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കിട്ടണമെന്ന്. അതപ്പോൾ ഓരോ മന്ത്രന്മാരും വിവരമില്ലാത്ത ആൾക്കാരും തരീക്കത്തിനെ പറ്റി മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഞാൻ തരീക്കത്തിന് ദിക്ർ ചൊല്ലിയില്ലേ, ശേഖരം കണ്ടില്ലേ, ഇപ്പോൾ ചെല്ലണില്ലേ, ഇങ്ങോട്ട് ഇപ്പോൾ എന്താ 1.25 ലക്ഷം ചെല്ലിയല്ലോ. എന്താ 1.25 ലക്ഷം എന്ന് പറഞ്ഞാൽ? ഈ 1.25 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അള്ളാഹിൻ്റെ പേര് പറഞ്ഞു എന്നുള്ളത്. ആരോടാ ഇപ്പോൾ പറഞ്ഞു? നമ്മൾ കുടി പറഞ്ഞാൽ കായ് കിട്ടും. അപ്പോൾ ഇതിന് ഞങ്ങൾ പെരയിൽ കളക്കാൻ പോയി കഴിഞ്ഞാൽ വാപ്പാനോട് പറയാൻ കളച്ചിട്ടുണ്ട്, ഇത്ര പിന്നെ തെങ്ങിൻ്റെ ചൂട് കളച്ചിട്ടുണ്ട്, അതുകൊണ്ട് കായേരി എന്ന് പറയാം. ഇത് ലായില്ലെന്നോ 1.25 ലക്ഷം ആരോടെ ബാർഗെയിൻ ചെയ്യാം? ഒരു കാര്യമില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കൂടുതൽ ഉഷാറാകുക എന്നുള്ളതല്ലാതെ ആരോടപ്പം ഇതിന് ചോദിക്കാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ തെരീക്കത്ത് വന്ന ഷെയ്ഖിനോട് ഞാൻ അത്ര ചെല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചെല്ലിന്ന് തന്നെ ഒരു മുരീദിന് തോന്നാൻ പാടില്ല എന്നുള്ളതാണ് തെരീക്കത്തിൻ്റെ അതവ്. ഒരുത്തൻ ലാ ഇലാഹ ഇല്ലെന്ന് ഒരാൾ ചെല്ലുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലെന്ന എന്നുള്ള ലഫ്ദിലേക്ക് തന്നെ അവൻ്റെ ശ്രദ്ധ പാടില്ല എന്നാണ് തരീക്കത്തിൻ്റെ അതവ് പറയണത്. അവൻ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മാത്രം ചിന്തിക്കുക, മദ്കൂറിനെ ആലോചിക്കുക, ദിക്റിൽ ആലോചിക്കാൻ പാടില്ല. ദിക്റിനെ തൊട്ടും ഫന ആവണം, ഫനായിനെ തൊട്ടും ഫന ആവണമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ യഥാർത്ഥത്തിൽ തന്നെ തരീക്കത്ത് പൂർത്തിയാവുള്ളൂ.
നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ദിക്ർ ചൊല്ലുന്നുണ്ട്. അതിൻ്റെ അർഫ് അർക്കത്തും ഷർത്തൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചൊല്ലിക്കുത്തിരിക്കുകയാണ്. അതും ദിക്റാവില്ല എന്ന് പറഞ്ഞത്. ദിക്റാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് മദ്കൂറിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആ മദ്കൂറിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ യാന്ത്രികമായി നടക്കേണ്ട ഒരു പരിപാടിയാണ് അവൻ്റെ ഈ ദിക്ർ എന്നുള്ളത്. അങ്ങനെ ആ ദിക്റിനെ പറ്റി മറന്ന് മദ്കൂറിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള ആലോചനയും വിട്ട് പിന്നെയും പന ആവുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഒരുത്തിന് ത്വരീക്കത്തിൻ്റെ ഗുണങ്ങളൊക്കെ വേണ്ടതുപോലെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ കണക്ക് വയ്ക്കാൻ നടക്കുക, അത് കിട്ടിയിട്ടില്ല ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയാം. ത്വരീക്കത്തിന് 10 പൈസ പോലും അങ്ങോട്ട് കൊടുക്കാത്ത ആളുകൾ മുഴുവനായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ കണ്ണും അവൻ്റെ കാതും അവൻ്റെ കരളും അവൻ്റെ കയ്യും കാലും അവൻ്റെ സുഖവും മനനങ്ങളും ചിന്തകളും മുഴുവനും ത്വരീക്കത്തിന് കൊടുക്കണം. പൈസ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഞാൻ കുറേ പൈസ കൊടുത്തല്ലോ, പൈസനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. പൈസ കൈപ്പെട്ട ചെറിയ കാര്യങ്ങൾ മാത്രം, പൈസ കൊടുത്താൽ മാത്രം കഴിച്ചിട്ടില്ല. മുഴുവനായും ത്വരീക്കത്തിന് സമർപ്പിച്ചാൽ ത്വരീക്കത്തിന് അല്പം നമുക്ക് തന്നാലായി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ അത് വീര്യമുള്ള സംഗതിയാണ്. ഷേഖുന വീര്യമുള്ള സംഗതിയാണ്. ഗൗസുല്ലാദം വളരെ വീര്യമുള്ള സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ വീര്യമുള്ള ഏറ്റവും അമൂല്യമായ സംഗതിയാണത്. പിന്നെ അള്ളാഹിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചൊല്ലി ഇത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ നീയത്ത് അത് ശരിക്കും നന്നാക്കണം. അള്ളാഹുമായിട്ട് അടുക്കുക എന്നുള്ള നീയത്തല്ലാതെ മറ്റൊരു നീയത്തും ഇല്ലാതെ നമ്മൾ മുഴുവൻ സകല പ്രവർത്തനങ്ങളും അതിനനുസരിച്ച് ക്രമീകരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യത. അങ്ങനെയുള്ള മുരീദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷേഖ് അന്നുണ്ട്, അവർക്ക് ഷേഖ് ഇന്നുണ്ട്, ഏത് സമയത്തും അവർക്ക് ഷേഖ് ഉണ്ടാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഈ സംഗമം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മഹാനവറുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ ദർജകൾ അള്ളാഹു നൽകട്ടെ. മഹാനവറുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ആക്കുമാറാവട്ടെ.